നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ പെർഫോമൻസിലേക്ക് ഒന്ന് പോയാലോ? റെഡി. ഇവര് പടന്നല്ലേ? പടനിലക്കാരുടെ തകർത്തോളൂ. കാസർഗോഡ് സംഘമാണ്. ഓക്കെ, തുടങ്ങാം. സൂപ്പറായി. പെട്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പെട്ടെന്ന് ഏതായിരുന്നു? കാസർഗോഡ്. മത്സരത്തിൽ കയറി വന്നല്ലേ? അടിപൊളിയായിരുന്നു. എല്ലാവർക്കും കണ്ടപ്പോഴെനിക്ക് തോന്നി അടിപൊളിയാ. ഇനി എന്റെ പറ്റില് ഇവിടെ ഒരു എന്റെ ഓണർഷിപ്പുള്ള ഒരു കടയുണ്ട്. അവിടെ ഒരു ഭക്ഷണം കഴിച്ചോണം, കാശ് കൊടുക്കണ്ട. കട ഏതാന്ന് മനസ്സിലായോ? ഒരു കഴുത്തിനേരി പിടിക്കും. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് അടുത്ത നമ്മള് വരാം. അപ്പൊ താങ്ക് യു. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, പടനിലം. പിന്നല്ല. ഓക്കെ, ഇവര് നമ്മളെ വരട്ടാൻ നോക്കിയതാ. ഹായ് മോളെ, എന്തൊക്കെയാ വിശേഷങ്ങള്? മത്സരത്തിന് വന്നോ? മത്സരം 2 കഴിഞ്ഞു. മാപ്പിളപ്പാട്ടും ഉറുദു ഗസലും കഴിഞ്ഞു. ഏത് സ്കൂളാ ഇത്? ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് TSS വടക്കാട്. എന്താ മോളുടെ പേര്? എന്റെ പേര് അസിൻ. ഇനിയിപ്പോ മത്സരം ഉണ്ടോ? ഇനി ഒപ്പനയുണ്ട്. അതും കൂടെ പൊളിച്ചിട്ടേ പോകും. അപ്പൊ മത്സരിച്ചാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? A ഗ്രേഡ് ലഭിച്ചു. ബന്ധമുണ്ടോ ഇത്? എനിക്ക് തോന്നി. സാർ, എന്റെ പേര് ജൈനുലാബിദീൻ. അപ്പൊ ഐറ്റം ഏതൊക്കെയാ നിന്നൂടെ പറഞ്ഞ് പ്രജന മനസ്സിലായോ? മാപ്പിളപ്പാട്ട് HS വിഭാഗം, പിന്നെ ഉറുദു ഗസല്, പിന്നെ മോളെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9th സ്റ്റാൻഡേർഡ്. അപ്പൊ ഇനി 1-2 വർഷം കൊണ്ട് മത്സരിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ മോളുടെ പെർഫോമൻസ് വേണോ? തീർച്ചയായിട്ടും അത് കേൾക്കാം. പൊലിവുള്ളോരിടം ബഹുത്താലം തികവിടം മിശപ്പടി മികന്തിടും മിശത്തിട സുഗന്ധിടം കിങ്കിട ജോറില് ലങ്കിടും പാറില് കിലുങ്കിട കൊടിപ്പടി കിടുകിടിലൊത്തിടം കിടവിടം കനിവിടും മിശലുടെ ഇടവും ഇടമിടം കിസ്സകൾ വീശും വിഷപടി ദേശമേതു പഠിപ്പേശും പേശിവശം കൊശിദേശമേ പിരിശം പോരിശലുകത്തൊളി കേളി മലപ്പുറം പതിബഹുത്തോളം അതിശയ വിസ്മയ കോശനശഘോഷമേ സജഗുണനാസര സുഖവാസമേ മദദതി പിരിശരി ദേശം പിരിശപ്പു മലപ്പുറമേ പിരിശപ്പു മലപ്പുറമേ. ഓക്കെ മോളെ, മിടുക്കി. താങ്ക് യു. ഗംഭീരമായി. മോന്റെ പേരെന്താ? മോനെ ഏതിലാ പങ്കെടുത്തേ? ഓക്കെ,
എന്താ പേരെന്നാ പറഞ്ഞേ? അമിൻ ഏത് സ്കൂളായത്? GVHS കട. ഏത് ക്ലാസ്സിലായി? ഞാൻ 10th-ൽ. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്? അല്ല, ഞാൻ കഴിഞ്ഞ വർഷം കഥകളി സംഗീതത്തിലുണ്ട്. ഓക്കെ, ഗുരുവാണ് ഗുരു. പാട്ടിന്റെ. ആ ഓക്കെ, ഗുരുവിന്റെ പേര്? മുഹമ്മദ് റാഫി. ഓക്കെ, ഗുരുവും ശിഷ്യനുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2 ലൈൻ മൂളിയാലോ? തകർക്ക്. എന്തായാലും ഇനിയിപ്പോ നോക്കാനില്ല. അശകേറി തിങ്കും താനം ബക്കാത്തനിലായി അസരാരത് പൊങ്കും ബാണം മരരമ്പിടലായി അശുഭകളൊരു തരം അത് പുറമേറി അശനമ്മതെടുത്തുടൻ വിടണമെന്നോതി കതിർകത്ത് മൂവരയ ഹിസമു വിനാശം തനാളു ബെണ്ടൊരു തനം കൂടാം എണ്ടും തിരി പെരുത്ത വീടം വിട്ടോടാം എണ്ടും തങ്കരണ്ടരുമ തന്നം പുകിണ്ട് ഇതിലുണ്ടു ഹിഷാമരെ തട്ടപ്പെട്ടുണ്ട് ഇരു മികവൊരു മതിനോടു മതിനയെ പുകന്തിട്ട് അതിലൊരു ഹിഷാമു ശിവ ഹിജുരുദ് ബദരിശലേ. ഓക്കെ, ഗംഭീരായി മോനെ, ഗംഭീരായി. ഒരു കഥകളി സംഗീതത്തിനും കൂടി മത്സരിക്കുന്നുണ്ട്. ആണല്ലേ? അതെന്നാ ഇനി? 17. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിരിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പ്രജിൻ ഇന്നലെ മത്സരം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ 60 നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, റെഡി. നിങ്ങളുടെ പേര്? ആഞ്ചലീന. ആ, ഇതാരാ? അമ്മയാണ്. ആ, ഇവിടെ വീട് എവിടെയാ? കോഴിക്കോട്. കുട്ടന്റെ പേരോ? ഫ്രാൻസിസ്. നീ മത്സരിച്ചോടാ മോനെ? എന്തത്? ചേച്ചിയുടെ കൂടെ വന്നു. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മത്സരം കഴിഞ്ഞ് ഒരു A grade ഒക്കെ അടിച്ച് നിൽക്കുന്നവരുണ്ട്. ഇവരായി. നീ ജിമ്മാണോ ആള്? ജെൻസ് അല്ലേ? ജെൻസിയാണ് SK. ജെൻസി. അപ്പം എവിടെയായിട്ട് വരും വീട്? മലാപ്പറമ്പ്. മലാപ്പറമ്പ്, കോഴിക്കോടല്ലേ? ശരി, മോളയിലാ മത്സരിച്ച്? ഗസൽ, ഉറുദു ഗസൽ. ഉറുദു ഗസൽ. നമുക്ക് ഒരു ലേശം കേട്ടാലോ? കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല, ഏത് ക്ലാസ്സിലായി ഇപ്പോ? ഞാൻ +1. അതുമായിട്ടാണോ മത്സരിക്കുന്നത്? അല്ലല്ല, 8th സ്റ്റാൻഡേർഡ് തൊട്ടേ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഓക്കെ, റെഡി. ആ, കലോത്സവം പൊളിച്ചടുക്കി അടങ്ങൂ. പറയൂ. ആ, गुजर पर शायद हम कभी मिल सके मगर शायद फिर उसी राग गुजर पर शायद. താങ്ക് യു. ഓക്കെ, താങ്ക് യു മിടുക്കി. ഇനിയിപ്പം അടുത്ത മത്സരത്തിനും റെഡിയായോ? 3 ഐറ്റം കഴിഞ്ഞു, ഇന്നലെ തന്നെ കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ തിലകമാണോ പ്രതിഭയാണോ? തിലക പട്ടം ഇല്ലിപ്പോ. എന്നാലും ഇപ്പം എന്നാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഗ്രേഡ് കൂടിയ ആളാ അല്ലേ? കോഴിക്കോട് പോണല്ലേ? അത് തൃശ്ശൂർ സമ്മതിക്കില്ലെന്നാ പറയണത്. കോഴിക്കോട്ടുകാർ കപ്പടിക്കട്ടെ എന്ന് തൃശ്ശൂർ നിന്ന് എറണാകുളത്ത് താമസിക്കുന്ന ഞാൻ പറയുന്നു. കൊല്ലം അല്ലേ? നമ്മുടെ മോർണിംഗ് വാക്കേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, നമസ്കാരം. എങ്ങനെയുണ്ട് പരിപാടി? ഗംഭീര പരിപാടിയാണ്. എന്തായാലും ചാനൽ മേഖലയിലെ മമ്മൂട്ടിയെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അല്ല, നമ്മള് ഒരു രഹസ്യം ഞാൻ പറയാം, മമ്മൂക്ക് ഇത് കേൾക്കണ്ട. ഓക്കെ, സന്തോഷം. താങ്ക് യു. അപ്പൊ എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ? കാരണം പൂരം എന്ന് പറഞ്ഞ നമ്മുടെ പ്രാഞ്ചേട്ടൻ പറഞ്ഞ പോലെ പൂരങ്ങളുടെ പൂരത്തിന് കരിവീരൻ ശിരസിലേന്തുന്ന തിടമ്പ് പോലെ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളൊക്കെ വന്ന് അലക്കല്ലേ, അലക്കി പൊളിക്കല്ലേ? ഓക്കെ, ഗംഭീരായിരിക്കും. അപ്പൊ നിങ്ങൾ നടന്നു കഴിഞ്ഞോ? ഞങ്ങൾ നടന്നു കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇത് മാത്രല്ല, ഞങ്ങള് പ്രധാന കുത്തിത്തിരിപ്പുകാരാണ് തൃശ്ശൂരത്തെ. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ തിരിക്കണം, കുത്തിയും വേണം. ഞങ്ങളൊരു പക്ഷേ ഞങ്ങൾക്ക് റെസ്പെക്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ആള് കുത്തിത്തിരിക്കണം. ഓക്കെ, പേര് പറഞ്ഞില്ല. പേര് ശ്രീലത. എന്താ പരിപാടി? എസ്കോർട്ടിംഗ് ടീച്ചറായിട്ട് വന്നേ. മോക്ക് ഇന്നലെ ഫസ്റ്റ് A grade ഉണ്ട്. ഓ, അത് ശരി. എന്താ അമ്മയാണല്ലേ? എന്താ നിങ്ങളുടെ വീട് എവിടെയാ? മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ൽ, 8ാം ക്ലാസ്സിൽ. കൊല്ലത്ത് എവിടെയാ? സാബർ സബ്ജില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഈ മോടെ പാട്ട് കഴിഞ്ഞാലേ സ്മിത നമുക്കൊരു വാർത്തയും കൂടെ നോക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ അല്ലേ, നമ്മുടെ തുർജിത്ത് അയ്യപ്പത്തിനൊക്കെ ജീവൻ ഉണ്ടാവും. അല്ലെങ്കിൽ പാട്ടല്ല, പ്രശ്നോത്തരിയാണോ? അതിപ്പോ നമ്മൾ എങ്ങനെ ഞാൻ വിചാരിച്ച മോളെ കണ്ടപ്പോ പാട്ടാണെന്ന്. കുഴപ്പമില്ല മോളെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് തൃശ്ശൂർ കലോത്സവ വേദിയിൽ കൂരായണം മറച്ചു വെച്ച് ഇറങ്ങിയ പ്രതിഭയുടെ പേര് ഞാൻ തൊട്ട് കാണിക്കാം. ചാക്കിയാരായിട്ട് ഇറങ്ങി. മോള് കണ്ടില്ലല്ലേ? മത്സരം പൊതുവെ എങ്ങനെയുണ്ട് നമ്മളെ? എങ്ങനെ
നേരത്തെ ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു. സ്റ്റാൻഡേർഡ് ആയിരുന്നു. മോളെ പ്രിപ്പറേഷൻസ് ഉള്ള ആളാണോ? കുറെ നാളത്തെ പ്രിപ്പറേഷന് ശേഷമാണ്. ടീച്ചറുണ്ട്. പിന്നെ ഒരു 5ാം സ്റ്റാൻഡേർഡ് തൊട്ടേ നമ്മള് കൃത്യമായിട്ട് ആ ടീച്ചറിന്റെ കോച്ചിങ് ടീച്ചറുണ്ട്. നല്ല സൂപ്പർ ക്വിസിങ്ങിന്റെ ആളാ അല്ലേ? ഓക്കെ ഓക്കെ. ഞാനൊരു ഒരു ഒരു ഇത് പറയട്ടെ മോളെ, ഒരു ബ്ലെസ്സിങ്. മോള് IAS പരീക്ഷ എഴുതിയിരിക്കും കേട്ടാ. അല്ല ജയിച്ചു കഴിഞ്ഞ് മോളെ എന്നെ ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ഞാൻ ജീവനോടുണ്ടെങ്കിൽ നമ്മളൊന്ന് കാണും. റെഡി? ഓക്കെ ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ മോള് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ റെഡി മോളെ? അപ്പോൾ ഭാവിയിൽ IAS കയറി ഞാൻ പോകുന്നു. ഓക്കെ റെഡി റെഡി. അപ്പോൾ പ്രജിനെ നമുക്ക് വാർത്തയിലേക്ക് കൊടുത്ത് പോകണ്ടേ? അത് വേണം തീർച്ചയായിട്ടും. നമ്മൾ എവിടെയായി വാർത്തകൾ പോകുന്നതിന് മുമ്പ് ഈ എനിക്ക് തോന്നുന്നത് ജനക്കൂട്ടം എങ്ങനെ ഉണ്ടായിരുന്നു പ്രജി? ഒരു രക്ഷയില്ല. പൂരത്തിന് സമാനമായ ജനക്കൂട്ടം ഇന്നലെ ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. 63 ഇനങ്ങളാണ് ഇന്നലെ പൂരമായോ ഇത്? ആയി വരുന്നു. ഇനിയിപ്പോ കൊട്ടിക്കയറി വരും. പറഞ്ഞ പോലെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ മിനി പൂരം സെറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരം സെറ്റ് ചെയ്തിരിക്കും. നമ്മൾ ഇനാഗുറേഷൻ ചടങ്ങിൽ കണ്ടിരുന്നു. അതായത് പാണ്ടിമേളവും കുടമാറ്റൊക്കെ ആയിട്ട് പൂരം സെറ്റ് ചെയ്തു. അതായത് ഏത് നാട്ടിൽ നിന്ന് വന്നാലും തൃശ്ശൂരിന്റെ ആ ഒരു സ്നേഹവും സംസ്കാരവും കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അത്ര ഉള്ളൂ. ഇന്നലെ രാത്രി വൈകി ഞാൻ ഇവിടെ വന്നിരുന്നു. അത് ഒരു 9:30 ആയിട്ടും ഒരു കുറവുമില്ല. കാണികൾക്ക് ഒരു സീറ്റിൽ പോലും ആളില്ലാതില്ല എന്നുള്ളത്. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ അതിഥികളുണ്ട്, ഒപ്പം തന്നെ തൃശ്ശൂർക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. എല്ലാവരും വൈകിട്ടോടെ അങ്ങെത്തും. ഇവിടെ ഒരു കലയുടെ ഈറ്റിലും എന്നൊക്കെ നമ്മൾ പറയില്ല, അത് ആലങ്കാരികമായിട്ട് മറ്റു പല സ്ഥലങ്ങളെ കുറിച്ചും പറയും. പക്ഷെ ഈ തൃശ്ശൂർ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അതായത് ഒരു കടക്കറി ഒരു ദോശയും ചമ്മന്തിയും ചോദിച്ചാലും ആ ദോശ കൊണ്ടുവയ്ക്കുന്നത് തന്നെ ഒരു താളമുണ്ട്. ചെണ്ടക്കോല് വീഴുന്നില്ല. അവരെ സംസാരത്തിനുണ്ട്. പൂരായണിയെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ അറിയോ? ഈ സംസാരമല്ല, പാട്ടാണ്. ഒരു പാട്ടിലാണ് ഇങ്ങനെ വർത്താനമൊക്കെ മൊത്തത്തിലൊരു താളോ ഇണൊക്കെ ഉണ്ട്. പ്രേക്ഷകരെ ദൂരെ ഇരുന്ന് കാണുമ്പോഴേ നിങ്ങൾ ഈ കലോത്സവം കൊണ്ടങ്ങ് തീർക്കുകയാണോ, വാർത്തകളില്ലേ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.